സുസ്ഥിര നിർമ്മാണ സങ്കേതങ്ങൾ എന്ന വെബിനാർ സീരീസിന്റെ 5ാം ദിവസമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എഞ്ചിനീയർ വി സുരേഷ് ആണ്. ഇദ്ദേഹത്തിന്റെ ടോപ്പിക് റാംഡ് എർത്ത് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ബിൽഡിംഗ് മെറ്റീരിയൽ ഫോർ കേരള. നമുക്ക് ശ്രീ സുരേഷിനെ പരിചയപ്പെടാം. സുരേഷ് ആറന്മുള സ്വദേശിയാണ്. ഇദ്ദേഹം പ്രൊഫഷണലി ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. 2004 AMI ബിരുദം കരസ്ഥമാക്കി. 2006 ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ നടക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ട്രഡീഷണൽ കോഴ്സ് അതിൽ ചേർന്നു കോഴ്സ് പൂർത്തിയാക്കി. ഈ കാലഘട്ടത്തിലാണ് വാസ്തുവിദ്യയിലെ നിർമ്മാണങ്ങളിലെ ഓരോ ഭിത്തിയുടെയും കനം 8 അങ്കുലം അല്ലെങ്കിൽ 24 സെന്റിമീറ്റർ എന്നുള്ള ഒരു ആശയമുണ്ട്. ഇത് പ്രാവർത്തികമാക്കാൻ ഒരു മഡ് ബ്ലോക്ക് വേണമെന്നുള്ള ആശയം ഉടലെടുത്ത് അങ്ങനെ ഇദ്ദേഹം മഡ് ബ്ലോക്കിന്റെ പരിശ്രമത്തിലായിരുന്നു. അതിൽ ആദ്യം സിമെന്റും മഡും ചേർത്തുള്ള ഒരു ബ്ലോക്ക് നിർമ്മിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അതിനുശേഷം സിമെന്റും ലാറ്റക്സ് ഇവ രണ്ടും പരീക്ഷണ ഘട്ടത്തിലായിരുന്നു. അത് അത്ര തൃപ്തികരമായി വിജയിച്ചില്ല എങ്കിലും പരീക്ഷണം തുടർന്നുകൊണ്ടേയിരുന്നു. 2007 ഇദ്ദേഹം വിദേശത്ത് ഒരു കൺസൾട്ടന്റ് എഞ്ചിനീയർ ആയിട്ട് ജോലി നോക്കി വന്നു. എങ്കിലും റാംഡ് എർത്ത് അല്ലെങ്കിൽ മഡ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ എന്നീ മേഖലകളുടെ എൻ്റെ സ്വന്തം ആഗ്രഹം കൈവിട്ടില്ല. അതിനായി 2011 മദ്രാസ് IIT-യിൽ PhD-ക്കുള്ള ശ്രമത്തിലായിരുന്നു. ഇതിനു മുമ്പ് ഇദ്ദേഹം അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ബിരുദം സ്വന്തമാക്കിയിട്ടുണ്ട്. മദ്രാസ് IIT-യിൽ പോയ സമയത്താണ് റാംഡ് എർത്ത് എന്ന വിഷയത്തിൽ അവിടെ ഗൈഡൻസ് നൽകാൻ ഉള്ള വിഭവശേഷി ഇല്ല എന്നറിയുകയും അവർ അദ്ദേഹത്തിന് IIC ബാംഗ്ലൂരിലേക്ക് റെഫർ ചെയ്യുകയുണ്ടായി. IIC ബാംഗ്ലൂരിൽ ആ സമയത്ത് ഒരു ഇന്തോ ഫ്രഞ്ച് റിസർച്ച് പ്രോജക്ട് നടക്കുകയാണ്. ഡോക്ടർ BVV റെഡ്ഡി സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡെവലപ്പിംഗ് ഡിസൈൻ ഗൈഡൻസ് ഫോർ റാംഡ് എർത്ത് എന്ന പ്രോജക്റ്റിൽ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ റാംഡ് എർത്ത് എന്നുള്ള കൺസ്ട്രക്ഷനിൽ ഇദ്ദേഹം വളരെ പ്രാഗൽഭ്യം നേടി. ഈ കാലഘട്ടത്തിൽ തന്നെ 2-3 ജേർണലുകൾ പബ്ലിഷ് ചെയ്തു. അതിൽ ഒന്നാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ് സ്റ്റെബിലൈസ്ഡ് റാംഡ് എർത്ത്. പരീക്ഷണശാലയിൽ ഉടലെടുത്ത ഈ സാങ്കേതികത്വം സ്വന്തം വീട് നിർമ്മാണത്തിലും ഇദ്ദേഹം പ്രാവർത്തികമാക്കി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ റാംഡ് എർത്ത് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ബിൽഡിംഗ് മെറ്റീരിയൽ എന്നുള്ള ടോപ്പിക്കിൽ കൂടുതൽ അറിവ് നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ശ്രീ സുരേഷിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമസ്കാരം. മറക്കുന്ന കാര്യം മൈക്ക് ഇതോ അതോ മൈക്ക് അതോ ഇവിടെ
டேய் அச்சேடா அவன் டைம் நம்ம அவன்கிட்ட சொன்னா அவன் மாறிட்டு போறான். நீ கம்முன்னு உட்காந்து அவனும் கம்மு இதுல உட்காந்துடா 33 உட்காந்து ஒரே மாதிரி தான் இருக்கும். ഓക്കെ ഓക്കെ സംസാരിച്ചോളൂ. ഹലോ അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്യും. ചില സാങ്കേതിക തകരാറുകളുണ്ട്. ഒരു 5 മിനിറ്റിനകം പെട്ടെന്ന് തന്നെ സുരേഷിന്റെ സെമിനാർ കിട്ടുന്ന സാങ്കേതിക അങ്ങനെ വളരെ കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. ആ സ്ലൈഡ്സുകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതാണ്. Ramnath, an alternative building material for Kerala. That is our topic. Then here in the Indus Valley civilization in 2500 BC, majority of constructions done by fired bricks and some by sun-dried bricks. Actually, that Indus Valley civilization is a planned city. Then this is a traditional building. Traditional building means a small building, or some buildings we can see here. That is either it is a traditional or using the traditional concepts. That traditional concept of ഉപയോഗിച്ച് ചെയ്തതോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിംഗോ ആണ് ഈ കാണിക്കുന്നത്. ഇതെല്ലാം ട്രഡീഷണൽ ബിൽഡിങ്സ് ആണ്. This is a bamboo house. This is constructed with the concepts of a traditional building. അതായത് ബാംബു പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ ആ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ രീതികൾ നമ്മൾ തുറന്നുകൊണ്ട് മുള കൊണ്ട് തന്നെയുള്ള ഒരു ആധുനിക രീതിയിൽ ചെയ്ത ഒരു ഇതാണ്. ഇത് എത്തൺ ഹൗസ്. ഇത് യമന്, ഇത് സൗത്ത് ആഫ്രിക്ക, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എത്തൺ ബിൽഡിങ്സ് ഉണ്ട്. അത് ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന്? അതായത് ട്രഡീഷണൽ ഹൗസസിന്റെ അഡ്വാൻറ്റേജസ്: ഇറ്റ് ഷുഡ് ഹാവ് ഗുഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, then construction by locally available material, then material using is sustainable. The disadvantages are comparatively possess less strength and durability, difficulty in design. These are the disadvantages. These advantages you see for the next. For stabilized rammed earth houses buildings, what are the advantages? Advantages are good atmospheric condition, construction by locally available material, material using is sustainable, comparatively possess good strength and good durability. Good strength means up to 40% more strength than block work. Second advantage, it can design easily for strength as well as shape and dimension. The last two things cannot possible for a stabilized rammed earth house. Stabilized rammed earth house inde ella advantageum നമുക്ക് കിട്ടുന്നതിനോടൊപ്പം ഈ രണ്ട് ഡിഫിക്കൽട്ടീസിനെ നമുക്ക് ഓവർകം ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞ stabilized earth houses. There are large number of modern rammed earth buildings which have been built in the last 3 decades. The most important one is the 3-storied school building of rammed earth with 15 classrooms of size 7.4 by 7 meter, designed by Professor BVV Reddy,
Civil Engineering Structures, IAC, in 2007. അതായത് 2007 3 നില സ്കൂൾ ബിൽഡിങ് വിത്തൗട്ട് കോളം ആൻഡ് ഫ്രെയിം ആയിട്ട് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസർ BBV റെഡ്ഡി എന്ന ശാസ്ത്രജ്ഞൻ. ദിസ് ഈസ് എ സ്കൂൾ ബിൽഡിംഗ്. ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്ന പില്ലറും അതിന്റെ ഒരു ബീമും ഒഴിച്ച് ബാക്കി മുഴുവനും റാംഡെർത്ത്. ഈ റാംഡെർത്ത് ആസ് എ സ്ട്രക്ചറൽ മെമ്പർ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുക. അതായത് ലോഡ് ബെയറിംഗ് മുഴുവനും ആ റാംഡെർത്ത് വോള് മാത്രം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ക്ലാസ് റൂംസിന്റെ ടോപ്പ് കാണുന്ന റൂഫ് ആർച്ച് കൺസ്ട്രക്ഷൻ, അതായത് സ്റ്റെബിലൈസ്ഡ് സോയിൽ ബ്ലോക്ക് കൊണ്ട് ആർച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് സ്കൂൾ ബിൽഡിങ്ങിന് ആനുപാതികമായ ലൈവ് ലോഡ് വിസ്റ്റാൻഡ് ചെയ്യത്തക്കവണ്ണം പണിഞ്ഞിരിക്കുന്നത്. ദീസ് ആർ അതായത് ഇത് ഭുജ് എർത്ത്ക്വേക്ക് റിഹാബിലിറ്റേഷൻ നടത്തിയപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തന്നെ ഡിസൈൻ കൊടുത്ത് ഈ ഭൂമി കുലുക്കത്തെ വിസ്റ്റാൻഡ് ചെയ്യത്തക്കവണ്ണം, റെസിസ്റ്റ് ചെയ്യത്തക്കവണ്ണം ഉള്ള ഒരു ഷേപ്പ് കൊടുത്ത് ചെയ്തിരിക്കുന്ന 3000-ഓളം വീടുകൾ ഈ റാംഡെർത്തിൽ ചെയ്തിട്ടുണ്ട്. സോയിൽ ഇൻ ക്ലേ ബേൺ ബ്രിക്സ്. നമ്മളിപ്പോ സാധാരണ കാണുന്ന ക്ലേ ബേൺ ബ്രിക്സിലെ സോയിലിന് എന്ത് പറ്റുന്നു, അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഇതാണ്. അതായത് സോയിൽ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലേ ബേൺ ബ്രിക്സ് കണ്ടെയ്ൻ അബൌട്ട് 80% ക്ലേ, particle size less than 0.002 millimeter, which is the finest required to absorb through the roots of plants. പ്ലാന്റ്സിന്റെ അതായത് ചെടികളുടെ വേരുകൾ ഈ മിനറൽസും ഇതിന് വേണ്ട പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന ആ സൈസ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 0.002 മില്ലിമീറ്റർ സൈസിന് താഴെയാണ്. അപ്പൊ ഈ സൈസ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ സോയിലിന്റെ ഫെർട്ടിലിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നമ്മളിപ്പം അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സൈസ് ഓഫ് പാർട്ടിക്കിൾ എത്രമാത്രം കൂടുതലുണ്ടോ അത്രമാത്രം ആ സോയില് ഫെർട്ടൈൽ ആണെന്ന് പറയേണ്ടി വരും. അപ്പോ ഈ 0.002 മില്ലിമീറ്റർ സൈസിന് താഴെയുള്ള പാർട്ടിക്കിൾ ഏകദേശം 80% വരുന്ന സോയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചൂടുകട്ട ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നു? ബൈ ഹീറ്റിംഗ് അബൌട്ട് 800 to 1200 ഡിഗ്രി സെന്റിഗ്രേഡ്. Due to chemical change, the fine particle combine together to form bigger size particle. അതായത് കെമിക്കൽ കോമ്പിനേഷൻ മാറി ഇതൊരു സ്ട്രെങ്ത് ഉള്ള ഒരു ബ്ലോക്ക് ആയിട്ട് മാറും ഈ 800 ഡിഗ്രി 1200 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാക്കുമ്പോൾ. പക്ഷേ ഇതിന് പറ്റുന്ന ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഫൈൻ പാർട്ടിക്കിൾ കമ്പൈൻ ടുഗദർ ടു ഫോം ബിഗർ സൈസ് പാർട്ടിക്കിൾ. അപ്പോ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബൈ ബേണിംഗ് ദ ഹിഡൻ ഡേഞ്ചറസ് പ്രോസസ് ഹാപ്പനിങ് ഫോർ ദ എർത്ത് ഈസ് ദ പെർമനന്റ് കൺവേർഷൻ ഓഫ് ഫെർട്ടൈൽ സോയിൽ ടു മോസ്റ്റ് ഇൻഫെർട്ടൈൽ സോയിൽ ആയിട്ട് വരും. അതായത് വളരെ ഫലഭൂയിഷ്ടമായ ഒരു മണ്ണിനെ ഏറ്റവും ഫലഭൂയിഷ്ടമല്ലാത്ത മണ്ണാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചുടുകട്ട ഉണ്ടാക്കുന്നതിലൂടെ ചെയ്തു വന്നിരുന്നത്. അത് നമ്മൾ സയന്റിസ്റ്റ് അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതാണ് ചുടുകട്ട നിരോധിക്കുന്നതിന് ഒരു പ്രധാന കാരണം. As per Vastu concepts for the construction of temples, clay bed bricks are not acceptable. The belief is due to the presence of dead bodies, living things. അതായത് ജീവൻ ഉണ്ടായിരുന്ന വസ്തുക്കള് ഈ ചൂടാക്കുമ്പോൾ അത് മരിച്ചു പോകുന്നതും അങ്ങനെയുള്ള ഡെഡ് ബോഡീസ് അതിനകത്തുള്ളതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റ് വാസ്തുവിദ്യയിൽ ഉണ്ട്. അത് എത്രമാത്രം പ്രാവർത്തികം ഇപ്പോൾ ആക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. How the soil using in Ramdearth becomes sustainable. അതായത് റാംഡെർത്ത് എങ്ങനെ സസ്റ്റൈനബിൾ ആകുന്നു? That's an important question. The soil using not undergo any chemical change during construction of Ramdearth. After the life period, by disintegration, the fertile soil used in building construction get back to earth without losing the fertility. അതായത് സോയില് നമ്മള് ഉപയോഗിക്കുന്ന ഈ റാംഡത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോയില് ഇത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം
തിരിച്ച് ഡിസിൻറ്റഗ്രേഷൻ ചെയ്യുന്ന, അതായത് ആ ബിൽഡിങ്ങിന്റെ ലൈഫ് ടൈം കഴിഞ്ഞു കഴിയുമ്പോൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് തിരിച്ച് ഒറിജിനൽ അതേ സ്വഭാവത്തോടു കൂടി മണ്ണിൽ ലയിച്ച് ചെയ്യുന്നു. അപ്പോ ഇറ്റ് വോണ്ട് അഫക്ട് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. അതായത് എർത്തിന്റെ ഫെർട്ടിലിറ്റിയെ ഒരു കാരണവശാലും ഇത് ബാധിക്കത്തില്ല. വാട്ട് ഈസ് റാംഡ് എർത്ത്? The processed or reconstituted soil compacted in layers to form a component of a building structure is termed as rammed earth. Rammed earth എന്ന് പറയുന്നത് പ്രോസസ് ചെയ്ത സോയിൽ അല്ലെങ്കിൽ അതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സോയിൽ, അത് കോമ്പാക്ട് ചെയ്ത് കിട്ടുന്ന ബിൽഡിംഗ് സ്ട്രക്ചറാണ് റാംഡ് എർത്ത്. അല്ലാതെ ചുമ്മാതെ നമ്മൾ സാധാരണ കാണുന്ന ഒരു സോയിൽ എടുത്തിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബോണ്ടിങ് ഏജന്റ് കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കോമ്പാക്ട് ചെയ്താൽ അത് റാംഡ് എർത്ത് അല്ല. അത് റാംഡ് എർത്തിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് സ്ട്രെങ്തും ഡ്യൂറബിലിറ്റി ഒന്നും വരത്തില്ല. അതിന് കാരണം പുറകെ വിശദീകരിക്കും. Types of rammed earth. There is unstabilized rammed earth without inorganic additives. Stabilized rammed earth with the inorganic additives. But with stabilized rammed earth, it possesses wet strength. ഈ എർത്തൻ ബിൽഡിങ്സിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന് വെറ്റ് കണ്ടീഷൻ സ്ട്രെങ്ത് ഇല്ല. അഥവാ വെറ്റ് കണ്ടീഷൻ, വെറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻസ് മാറി മാറി വരുന്നതിനനുസരിച്ച് ഇതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. അതാണ് ഈ റാംഡ് എർത്ത് എർത്തൻ കൺസ്ട്രക്ഷന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ബാക്കി എൻവയോൺമെന്റൽ കണ്ടീഷൻ, ബാക്കി ആദ്യം പറഞ്ഞ അഡ്വാൻറ്റേജസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും എർത്തൻ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് വെറ്റ് കണ്ടീഷനിൽ അതിന് സ്ട്രെങ്ത് നഷ്ടമാകുന്നു എന്നുള്ളത്. ഈ സ്റ്റെബിലൈസ്ഡ് റാംഡ് എർത്ത് possess wet strength. That is one major advantage of rammed earth. By rammed earth, we can construct the following: walls, foundations, floors, built-in furniture, etc. For rammed earth construction, following are essential: a strong foam mold, except for foundation. Foundation ഒഴിച്ച് ബാക്കി റാംഡ് എർത്തിന്റെ കൺസ്ട്രക്ഷന് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള മോൾഡ് അത്യാവശ്യം. Then a compacting mechanism, a sieving mechanism, a mixer machine or manual mixing also possible. അതായത് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഫൗണ്ടേഷൻ ഒഴിച്ച് ബാക്കി എല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മോൾഡ് ഉണ്ടായിരിക്കണം. പിന്നെ ഇത് കോമ്പാക്ട് ചെയ്യുന്നതിനുള്ള മെക്കാനിസം, അത് റാമർ ബൈ ഹാൻഡ് റാമർ പോസിബിൾ ആണ്. എന്നാലും ശരിയായിട്ട് സ്പീഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് റാമിംഗ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ വീടുകളിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. സീവിങ് മെക്കാനിസം, സീവിങ്ങും നമുക്ക് മാനുവലി ചെയ്യാം. പക്ഷെ അതൊരു സീവർ മെഷീൻ വെച്ചിട്ട് ചെയ്താൽ ഇച്ചിരൂടെ ഒന്ന് രണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. പിന്നെ മിക്സർ മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിലുള്ള മിക്സർ മെഷീൻ ഉണ്ട്. എന്നാലും രണ്ടും ഉപയോഗിക്കാം, കുഴപ്പമില്ല. കൺസ്ട്രക്ഷൻ ഓഫ് RE walls, റാംഡ് എർത്ത് വോൾസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? ഫസ്റ്റ്, പ്രോസസിംഗ് ദ സോയിൽ, സെറ്റിംഗ് ദ ഫോം വർക്ക്, then compacting the processed soil, curing and drying. These are the 4 stages. First of all, we have to process the soil. സോയില് നമ്മൾ പ്രോസസ് ചെയ്യണം. അതായത് സോയില് നമ്മൾ ഏത് സോയിൽ എടുക്കണം, ഏത് സോയിലും നമുക്ക് റാംഡ് എർത്ത് ഉപയോഗിക്കാം. പക്ഷേ ഈ സോയിൽ ഉപയോഗിക്കുമ്പോൾ സോയിൽ പാർട്ടിക്കിൾ സൈസ് നമ്മൾ മനസ്സിലാക്കി അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അതിനെപ്പറ്റി ഒരു ചെറിയ ബ്രീഫായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ വി ക്യാൻ ഗിവ് ബൈ ദിസ് നെക്സ്റ്റ് സ്ലൈഡ്. അതായത് IASലെ ആദ്യ സമയത്തെ എക്സ്പെരിമെന്റ്സ് ആണ് ഇത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇതാണ്. അതായത് മോൾഡുകൾ നമ്മൾ 38.7 മില്ലിമീറ്റർ ബൈ 76 സെന്റിമീറ്റർ ലെങ്തുമുള്ള ചെറിയ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ചെറിയ സിലിണ്ടേഴ്സ്, നമ്മൾ സോയിൽ സിലിണ്ടേഴ്സ് പ്രിപ്പയർ ചെയ്യും. It is prepared by the following things. You see, it is prepared with a 1.8 gram per cc dry density. Then water content, depending upon it,
water content in the casting time of OMC water content we are applying. Then this cylinder we are testing for after curing. We are testing for dry testing as well as wet testing. Dry condition, അതായത് 60 ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള ഓവനിൽ ഈ സിലിണ്ടേഴ്സ് നമ്മൾ കീപ്പ് ചെയ്ത് സ്റ്റഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരെ കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിനെ ഡ്രൈ ടെസ്റ്റിംഗ് എന്നും, ഇത് 48 hours വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്തതിന് ശേഷം എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിനെ വെറ്റ് ടെസ്റ്റിങ്ങുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇപ്പൊ ഈ വെറ്റ് ടെസ്റ്റിങ്ങിന്റെയും ഡ്രൈ ടെസ്റ്റിങ്ങിന്റെയും പല സിമെന്റ് കണ്ടന്റ്, പല ക്ലേ കണ്ടന്റ്, അതായത് മിക്സ് വേരി ചെയ്തുകൊണ്ട് ഉള്ളതിനകത്ത് പല സിമെന്റ് കണ്ടന്റുകൾ ചേർത്തിട്ട് ഒരു സീരീസ് ഓഫ് ടെസ്റ്റിന്റെ ഒരു ബ്രീഫ് റിസൾട്ടിലേക്കാണ് അടുത്ത സ്ലൈഡ് പോകുന്നത്. അതായത് ഈ ടോപ്പില് കാണുന്ന ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്രൈ കംപ്രസീവ് സ്ട്രെങ്ത് 10% സിമെന്റ്. ഇതിന്റെ താഴത്തെ ഇറ്റ് പോസസ് നിയർലി അറൌണ്ട് മോർ ദാൻ 10 MPa. ദിസ് ഈസ് ഓൾ ആർ വിത്ത് 1.8 gram per cc ഡ്രൈ ഡെൻസിറ്റി. അതായത് ഒരു ഡ്രൈ കണ്ടീഷനിൽ ഈ സിലിണ്ടർ ഡ്രൈ കണ്ടീഷനിൽ എത്തിച്ചതിന് ശേഷം ഇതിന്റെ ഡെൻസിറ്റി മെഷർ ചെയ്താൽ ഇതിന് 1.8 gram per cc ഡെൻസിറ്റി ഉണ്ടായിരിക്കും. അതാണ് ഈ 1.8 gram per cc ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡ്രൈ ഡെൻസിറ്റിയിൽ നമ്മൾ ഡ്രൈ കംപ്രസീവ് സ്ട്രെങ്ത് 10% സിമെന്റ്, ഇത് ഡ്രൈ കംപ്രസീവ് സ്ട്രെങ്ത് 7% സിമെന്റ്, ദെൻ വെറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് 10% സിമെന്റും വെറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് 10% സിമെന്റ്, ഇത് വെറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് 7% സിമെന്റ്. ഇത് അനദർ സോയിൽ വെച്ചിട്ട് ചെയ്ത് 7% ഇട്ട് ചെയ്ത് നോക്കി. അപ്പോ ഈ പറഞ്ഞ ക്ലേ കണ്ടന്റ് വേരി ചെയ്തുകൊണ്ടിരിക്കുക, പല മിക്സ് ആണ് നമ്മൾ എടുത്ത് ചെയ്തത്. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എല്ലാ സിമെന്റ് കണ്ടന്റുകളിലും നമുക്ക് മനസ്സിലാകുന്നത് ഈ ഗ്രാഫ് ഈ ക്ലേ കണ്ടന്റ് വേരി ചെയ്ത് ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ ഇത് ഒരു ഓപ്റ്റിമം സ്ട്രെങ്ത് ഇത് കാണിക്കുന്നുണ്ട്. ഈ ഓപ്റ്റിമം സ്ട്രെങ്ത് ഇത് കാണിച്ചതിന് ശേഷം പിന്നെ ഇത് ഡൗൺ ചെയ്തിട്ട് പിന്നെ ഇത് ഡ്രൈ കണ്ടീഷനിൽ ഇവിടുന്ന് മുകളിലെ അപ്പർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു, ഇത് അപ്പർ ഡയറക്ഷനിലേക്ക് ഡ്രൈ മൂവ് ചെയ്യുന്നു. വെറ്റ് വന്നപ്പോ സ്റ്റഡിയോ അല്ലെങ്കിൽ താഴേക്കോ പോകുന്നു. ഇതിനർത്ഥം ഈ സിമെന്റ് % ആഡ് ചെയ്തത് നമ്മള് ഡ്രൈ കണ്ടീഷനിൽ അതിലെ ക്ലേ കണ്ടന്റ് ബോണ്ടിങ് സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഇവിടുന്ന് ഇത് അപ്പർ ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു ഗ്രാഫ്. വെറ്റ് കണ്ടീഷനിൽ ഈ ക്ലേ കണ്ടന്റ് ഒരു കാരണവശാലും സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യാത്തത് കൊണ്ട്, അതിന് സ്ട്രെങ്തിൽ യാതൊരു റോളും ഇല്ല എന്നുള്ളത് കൊണ്ട് ഇത് ഒന്നുകിൽ സ്റ്റഡി ആകുന്നു, ഇല്ലെന്ന രീതിയിൽ താഴേക്ക് പോകും. അപ്പോ എങ്ങനെ നമുക്ക് വേണ്ട ഗ്രഡേഷൻ വേണ്ടതെന്ന് പറയുന്നത് ഈ ലെവലിൽ നിന്നും നമുക്ക് ഈ ക്ലേ കണ്ടന്റും ബാക്കി ഗ്രഡേഷൻ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ഗ്രഡേഷൻ ഫിക്സ് ചെയ്യുന്നു, ഇത് ഡെപ്തിലേക്ക് പോയാൽ ഇതിപ്പം അറ്റൻഡ് ചെയ്യുന്നവര് എല്ലാ ക്ലയൻസ് ഉണ്ട്, സാധാരണ ആളുകളുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇതൊരു ടെക്നിക്കലി ഇതിലേക്കല്ല പോകുന്നത്, ഒരു ഇത്തിരി പെരിഫറലായിട്ട് പോകുന്നു. ഇൻഡെപ്തിൽ നമ്മൾ പിന്നീട് ഒരു ഇത് നടത്തുന്നുണ്ട്, ഗുരുകുലമോ അല്ലെങ്കിൽ നമ്മുടെ വേറൊരു ഇതിലോ. ഇത് ഗ്രെയിൻ സൈസ് അനാലിസിസ് ആണ്. ഈ ഗ്രെയിൻ സൈസ് അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു പർട്ടിക്കുലർ ഗ്രാഫിലുള്ള സോയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്. അതായത് ഇതൊരു സോയിലാണ്, സോയിലിന്റെ ഗ്രാഫാണ്, ഗ്രാനുലർ അനാലിസിസ്. ഇത് വേറൊരു സോയിലിന്റെ ഗ്രാനുലർ അനാലിസിസ് ഗ്രാഫാണ്. ഒരു സാമ്പിള്, ഇതൊരു സാമ്പിള്, ഇത് വേറൊരു സാമ്പിള്. നമുക്ക് വേണ്ട സോയിലിന്റെ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് സോയിലിന്റെ ഗ്രാഫ്, നമുക്ക് വേണ്ട റിക്വയർഡ് ഗ്രാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിക്വയർഡ് സോയിലിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാം?
ഇത് ഉദാഹരണം പറഞ്ഞാൽ ഇതിപ്പം ഇവിടെ ഇപ്പൊ ഈ ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ഉദ്ദേശം ഒരു 1% അല്ലെ 1.5% ഉണ്ട് ഇവിടെ ഈ 0.001 സൈസ് ഓഫ് പാർട്ടിക്കിൾ. ഇവിടെ അത് നമുക്ക് വേണ്ടത് 15 ആണ്. ഇവിടെ അത് 43 ഉണ്ട്. അപ്പൊ 43 അല്ലെ 42 ഉണ്ട്. ഈ 42 ഉള്ള സോയിലും ഈ സാമ്പിളും നമ്മൾ ഇത് 2 പ്രാവശ്യം 2 കൊട്ട 2 വോളിയം ഈ താഴത്തേത് എടുക്കുമ്പോൾ 1 വോളിയം ഈ മേളത്തെ സോയിലും എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടന്റ് വോളിയം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ വരുന്ന സോയിലിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ മാത്തമാറ്റിക്കൽ ഇന്റർപോളേഷൻ വി കുഡ് ഗെറ്റ് ദിസ് ഗ്രാഫ്. ഈ മാത്തമാറ്റിക്കൽ ഇന്റർപോളേഷനിൽ കൂടെ നമുക്ക് ഈ ഏത് ടൈപ്പിലുള്ള ഗ്രാഫ് വേണോ അതിന് തക്കവണ്ണമുള്ള സോയിൽ വേണോ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു പ്രയാസമില്ല. ഈ പ്രപ്പോർഷൻ നമുക്ക് സോയിലിൻ്റെത് വേണം. നമുക്ക് 3 സോയിൽ ഉണ്ട്, ഏതൊക്കെ മിക്സ് ചെയ്യാൻ നമുക്ക് പ്ലാൻ ഉണ്ട്, ആ മിക്സ് ചെയ്യാൻ പ്ലാൻ ഉള്ളതിന്റെ അല്ലെ ഏതൊക്കെ മിക്സ് ചെയ്യണം, റിസൾട്ടന്റ് ഗ്രാഫ് എങ്ങനെ മിക്സ് ചെയ്താൽ എങ്ങനെ വരും എന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് മാത്തമാറ്റിക്കൽ ഇന്റർപോളേഷൻ മാത്രം മതി. അതിനകത്ത് ടെക്നിക്കാലിറ്റി ഒന്നുമില്ല, എക്സ്പെരിമെന്റിന്റെ ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പം ബിൽഡിംഗ് വേസ്റ്റ് പൊടിച്ച് ചേർക്കണം, അപ്പോഴും നമുക്കിത് പറ്റും. ഇത് എംസാൻഡ് ആഡ് ചെയ്യണം, പറ്റും. എംസാൻഡ് ആഡ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. നമുക്ക് പല രീതിയിൽ ഇത് ചെയ്യാം. മെനി ഓപ്ഷൻസ് ആർ ദയർ. ഇവിടെ നമ്മൾ എങ്ങനെ ഇതിന്റെ റാംഡത്തിന്റെ സ്ട്രെങ്ത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ട് mainly it depends on the density. Second, the moisture content of the specimen. 3, clay fraction or soil grading. 4th place coming only for cement. നമുക്കൊരു ധാരണയുണ്ട്. വാസുവിദ്യാ ഗുരുകുലത്തിൽ ഞാൻ ചെയ്ത ബ്ലോക്കിന് പറ്റിയ ഒരു പരാജയം എന്ന് പറയുന്നത് ഈ പെർസെൻറ്റേജ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നതിന് ഫസ്റ്റ് പ്രയോറിറ്റി, അതായത് പ്രയോറിറ്റി നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സിമെന്റ് ആണ് ഒരു ബ്ലോക്കിന്റെ സ്ട്രെങ്തിനെ ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണ കൊണ്ട് അതിൽ നിന്നും മുമ്പോട്ട് പോയി ആണ് നമുക്ക് ഈ അന്ന് 2006 ചെയ്ത റിസർച്ച് നമുക്ക് വിജയമല്ലാതെ പോയ പരാജയം എന്ന് പറയാം. കാരണം we didn't do any reconstitution of soil. ആ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോയിൽ ചെയ്തെങ്കിൽ മാത്രമേ അതിന് നമുക്ക് സ്ട്രെങ്ത് കിട്ടത്തുള്ളൂ, കൂടാതെ അതിന് ഡ്യൂറബിലിറ്റി കിട്ടത്തുള്ളൂ. ഡ്യൂറബിലിറ്റി ഇതിൽ ഈ പറഞ്ഞ മെറ്റീരിയലിനകത്തുള്ള ക്ലേ കണ്ടന്റ് ആണ്. ക്ലേ കണ്ടന്റ് അതായത് ആ ഗ്രഡേഷൻ ആണ് ഇതിന്റെ സ്ട്രെങ്ത് ഡിസൈഡ് ചെയ്യുന്ന രണ്ടാമത്തെ കാരണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് 20% ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി കോസ് 300% ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത്. അത് വളരെ സ്പെസിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഡെൻസിറ്റി ആണ് അതിന്റെ ക്രൈറ്റീരിയ, സിമെന്റ് കണ്ടന്റ് അല്ല. സിമെന്റ് കണ്ടന്റ് ഉണ്ട്, 4th പ്ലേസേ ഉള്ളൂ അതിന് സ്ഥാനം. അപ്പോ ഈ ഡെൻസിറ്റി വി ഷുഡ് ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഡെൻസിറ്റി. വർക്ക് ചെയ്യുന്ന സമയത്തുള്ള വാട്ടർ കണ്ടന്റ് നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാം, വർക്ക് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഡെൻസിറ്റി അച്ചീവ് ചെയ്യാം. ഈ ഡെൻസിറ്റി അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം എഞ്ചിനീയറിംഗിന്റെ ബേസിക് ലാബ് ടെസ്റ്റ് ആണ് പ്രോക്ടർ ടെസ്റ്റ്. ആ പ്രോക്ടർ ടെസ്റ്റ് 2.5 kg പ്രോക്ടർ ടെസ്റ്റിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് OMC എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ, ഇതൊരു പണ്ട് പല രീതിയിൽ ചെയ്തതിന്റെ ഒരു ഗ്രാഫ് എടുത്തിട്ടേ ഉള്ളൂ. വി കുഡ് ഗെറ്റ് ദ OMC എന്ന് പറയുന്നത് മാക്സിമം ഡെൻസിറ്റി കിട്ടുന്നതിന്, ഡ്രൈ ഡെൻസിറ്റി കിട്ടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ്. അപ്പൊ ഫോർ റാംഡ് എർത്ത് വി ഗെറ്റ് നിയർലി 10%. But we added
1% മോർ. അതായത് ഇവാപ്പറേഷനിൽ കുറച്ച് വാട്ടർ നഷ്ടമാകും. അപ്പോൾ സൈറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു 1% എങ്കിലും വാട്ടർ കൂടുതൽ ആഡ് ചെയ്യും. 1% മേലെ ആഡ് ചെയ്താൽ സ്ട്രെങ്ത് കുറയത്തേ ഉള്ളൂ, ഡെൻസിറ്റി കുറയും. അതാണ് അതിന്റെ കാരണം. ഒരു റാംഡ് എർത്ത് വോള് അല്ലെങ്കിൽ സ്പെസിമൻ ഡിസൈൻ ചെയ്യുന്നതിന് നമുക്ക് ആവശ്യം, അല്ല റാംഡ് എർത്ത് എന്നില്ല, നമുക്കൊരു ബിൽഡിങ്ങിന്റെ വോള് ഡിസൈൻ ചെയ്യുന്നതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് 2 കാര്യമാണ്. ഒന്ന്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. 2, അതിന്റെ സ്ലെൻഡർനെസ് എഫക്റ്റ്. സ്ലെൻഡർനെസ് എഫക്റ്റ് എന്ന് പറയുന്നത് യൂലേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറഞ്ഞ് നമ്മൾ കോൺക്രീറ്റിൽ കിട്ടുന്ന ആ ഇക്വേഷൻ റാംഡ് എർത്തിൽ നമുക്ക് ആപ്ലിക്കബിൾ അല്ല, ഒരു പരിധി വരെ അല്ല. അതിന് കാരണമുണ്ട്. അതിന്റെ പോസ്റ്ററിൽ പറയുന്ന യൂണിഫോം മെറ്റീരിയൽ എന്നുള്ളത് റാംഡ് എർത്തിനെ സംബന്ധിച്ച് ലെയർ ആയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ഇടുന്നത്. അപ്പൊ മെറ്റീരിയൽ ഇട്ട് ലെയർ ആയിട്ട് കോമ്പാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡെൻസിറ്റി ആണ് അതിന്റെ മെയിൻ ക്രൈറ്റീരിയ. നമ്മൾ പറഞ്ഞു 20% ഡിഫറൻസ് കൊണ്ട് 300% ഡിഫറൻസ് ഇൻ സ്ട്രെങ്ത് ആണ്. അപ്പോ ഈ ഡെൻസിറ്റി ടോപ്പ് ഒരു ലെയറിന്റെ തന്നെ ടോപ്പ് സൈഡിലെ ഡെൻസിറ്റിയും ബോട്ടം സൈഡിലെ ഡെൻസിറ്റിയും ഡിഫറൻ്റ് ആണ്. അത് കാരണം മോൾഡിന്റെ സൈഡിലെ ഫ്രിക്ഷൻ കൊണ്ട് ഈ പറഞ്ഞ റാമിങ്ങിന്റെ എഫക്റ്റ് താഴോട്ട് വരുന്നതോറും കുറഞ്ഞു അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ താഴത്തെ ലെയറിൽ ഫ്രിക്ഷൻ കൊണ്ട് ആ പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഉണ്ട്. അപ്പൊ താഴെ വരുന്ന അതായത് ഒരു ലെയറിന്റെ തന്നെ താഴത്തേതും മുകളിലത്തേതും തമ്മിലുള്ള ഡെൻസിറ്റി വേരി ചെയ്യും. അപ്പൊ ആ ഡെൻസിറ്റി വേരി ചെയ്യുമ്പോൾ ഇത് ഒരേ മെറ്റീരിയൽ ആണെന്ന് ടെക്നിക്കലി നമുക്ക് പറയാൻ പറ്റത്തില്ല. റാംഡ് എർത്ത് എല്ലാം മിക്സ് ചെയ്യുന്ന ഒന്നാണ്, വാട്ടർ കണ്ടന്റ് ഒന്നായിരിക്കും. പക്ഷെ മെറ്റീരിയൽ നമുക്ക് അതായത് ഇറ്റ് ഷുഡ് ഹാവ് യൂണിഫോം പ്രോപ്പർട്ടി എന്ന് പറയാൻ നമുക്ക് മെക്കാനിക്സ് പറയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നീട് അത് നമുക്കുള്ള ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് അതിന്റെ ഡയറക്റ്റ് എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റ്സ് ആണ് നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ചെയ്തത്. ആ ചെയ്തതിന്റെ ബേസിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതില് ഡിസൈൻ ഓഫ് റാംഡ് എർത്ത് വാൾസ് നീഡ്സ് ഇൻഫർമേഷൻ ഓൺ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ടു capacity or strength reduction factors accounting for load eccentricity and slenderness effect. അതായത് ഒരു കോളത്തിന്റെ സ്ലെൻഡർനെസ് എഫക്റ്റ്, അതായത് അതിന്റെ h/t റേഷ്യോ കൂടുന്നതിനനുസരിച്ച് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി കുറയുമെന്ന് നമുക്കറിയാം. അങ്ങനെ ആ കുറയുന്നതിന് എത്ര കുറയുന്നു അല്ലെങ്കിൽ അതിനൊരു ഗ്രാഫ് നമുക്ക് ആവശ്യം. ഈ രണ്ട് ഡേറ്റാസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് റാംഡ് എർത്ത് ഏത് ബിൽഡിങ് വേണമെന്ന രീതിയിലും എത്ര ലോഡെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് പോലെ 10 നില 20 നിലയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 3 നില 4 നില വരെയൊക്കെ സുഖമായിട്ട് ചെയ്യാം. അപ്പോ ഇത് എത്ര വേണമെന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇതിലെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ് സ്റ്റെബിലൈസ്ഡ് റാംഡ് എർത്ത് എന്നുള്ളത് നമ്മളവിടെ പേപ്പർ അമേരിക്കൻ സൊസൈറ്റിയിൽ നമ്മൾ 2016 പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിഷ് ചെയ്തതിന്റെ ഡേറ്റ നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ ജേണൽ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. അതാണ് ഈ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്ന രീതിയിൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലെ വോൾസ് കോൺസെൻട്രിക് ഓർ എക്സെൻട്രിക് ലോഡിങ്ങിന് നമ്മൾ അതിന്റെ പേപ്പർ അണ്ടർ പ്രോസസ്സിലാണ്. 2 കോൺഫറൻസിൽ നമ്മൾ ഇത് സംബന്ധിച്ച് നമ്മൾ ഇതില് പ്രസന്റ് ചെയ്തിരുന്നു. ലാസ്റ്റില് 2018 പ്രൊസീഡിങ്സ് സ്പ്രിംഗർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ സ്ലെൻഡർനെസ് എഫക്റ്റ് ഓഫ് റാംഡ് എർത്ത് വോള് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2 ഡേറ്റ വെച്ചിട്ട് നമുക്ക് റാംഡ് എർത്ത് വോള് ഇപ്പം വളരെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാവുന്ന ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ ലോഡിംഗ് ഫ്രെയിമിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത്. ഇത് വളരെ പ്രിസിഷൻ ഉള്ളവരാണ്. ഇത് ഞങ്ങളുടെ പ്രോജക്റ്റിൽ ഫ്രാൻസ് ഡൊണേറ്റ് ചെയ്തതാണ് ഈ ലോഡിംഗ് ഫ്രെയിം. അങ്ങനെ ഇത് 2000 ടൺ വരെ 200 ടൺ വരെ 2000 കിലോമീറ്റർ വരെ വെർട്ടിക്കൽ ലോഡ് നമുക്ക് വളരെ ആക്യുറസിയിൽ ഇത് അമേരിക്കൻ ഡിവൈസ് ആണ്, ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടെസ്റ്റിന്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ
ഈ റാംഡത്ത് ഡിസൈനിലേക്ക് പോയി. ഇത് കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആണ്. ഇവിടെ ഇപ്പം നമ്മൾ ലോഡ് ഇപ്പുറത്തൊരു കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വളരെ ആക്യുറസിയിൽ ഈ ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതാണ് കമ്പ്യൂട്ടർ കൺട്രോൾഡ് ഡിവൈസ്. ഇവിടെ വെച്ചാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ 3 മീറ്റർ വോള സ്റ്റിൽ ഇറ്റ് ഈസ് ഫോർ ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് ഈസ് പെൻഡിങ് ബിക്കോസ് 2020 കൊറോണ സമയത്ത് ഞാൻ വൈൻഡപ്പ് ചെയ്തെങ്കിൽ പോകുന്ന അങ്ങനെ ബാക്കി ചെയ്യേണ്ടതായിരുന്നു. ഇത് സ്റ്റിൽ ഈസ് വെയിറ്റിംഗ് ഫോർ ടെസ്റ്റിംഗ് ദിസ് 3 മീറ്റർ വോൾ. ഈ കമ്പാരിസൺ ദിസ് ഈസ് എ പേപ്പർ ടു ബി പബ്ലിഷ്, സോ ഡീറ്റെയിൽസ് we are not at all even now. Comparison of RE masonry and rammed earth wall. Rammed earth. അതായത് നമുക്ക് ഈ നമ്മുടെ മേസൺറി കോഡിന്റെ ബേസിൽ നമ്മൾ ഈ റിഡക്ഷൻ ഫാക്ടർ H/T റേഷ്യോയില് ഒരു ഗ്രാഫ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റാംഡ് എർത്ത് മേളത്തേതും മേസൺറി വോൾ താഴത്തേതുമാണ്. അപ്പോ this clearly shows that some savings is there for strength. Reduction factor കുറവെന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് കൂടുന്നു എന്നാണല്ലോ അതിനർത്ഥം. അങ്ങനെ കൂടുതലുണ്ട്, almost 40% more than that of this reduction here. It is 40% of this value. ഇതാണ് ലോഡ് എക്സെൻട്രിസിറ്റിയുടെ ഒരു ഗ്രാഫ്. ഡീറ്റെയിൽ will be published as a paper. Case study 1. First, I applied my experiment result in my own house because somebody is confident about the research work. I think we should have to apply in our own house, especially for civil engineers. Reddy's are also constructed one house with rammed earth, soil block, stabilized blocks. Everything is with Athens materials. 3-story building. This is the this is at a higher level. It is constructed actually. Some more work is pending because of COVID. We could not complete that top. Some additional work was. This is my rammed earth front room. This by rammed earth. This color we got by controlling the size of particle. We could control the texture. That is simply by trial and error method. We find out some methods. We got a reddish appearance. For projecting this reddish color, painters told me to put some white color also in between, and that is why we put this white color here. This is a actually this house constructed with a traditional design. There is 4 gattu. In the center courtyard here, one it is open space top side. Here, actually this one is a rainwater tank. The filtered water would collect here. It is a capacity of 4,000 liter, and this filtered water would come through here and it would reach to kitchen. In the underground, and filtered water we are using from rainwater. This is rough texture. Rough texture means the size of particle up to 1 centimeter we took here for preparing the wall. So it would become a little bit rough and color also a little bit different. And it is an office room with rough texture. This is also the other portion, one L shape. This is my rough. This is also rough texture with bedroom 1. This is soil wash. Actually, we with rough texture, I applied a soil wash. Soil wash means soil we got from nice soil, crushed soil powder mixed with actually some other natural materials are there, but we could not get it. That is why we applied lime as well as white cement also there.
for some bottom area. Here, this is a puja and intermediate room. Flooring also ram depth. Sit out we give a smooth finish. This top is with wood, and it is reinforced with the Tata structure. Nadvuttam sit out we give a smooth finish. This is kitchen with the traditional filter from central water tank. That center water tank, from central water tank, water coming through here. Here we provided a traditional filter. Its name in Kerala is Muchatti Aripa. Muchatti Aripa. Its name is. Rainwater filter for drinking. Drinking purpose we are using this one. This is the attic we prepared. Here you see designed for a live load of 200 kilogram per square meter. By using first class annually wood plates, 25 to 30 mm depends on the gap between the supporting beam. And it is stiffened or reinforced with the Tata structure. That is a rectangular tube with the 80 by 40 mm. 2 to 3 mm thickness varies with the span or load bearing. How much load or bending moment coming, depending upon we are adjusting spacing as well as the thickness of tube. Actually, these are all here we are supporting these tubes, but with the actually we cheated this by woodworkers, because this one is actually Tata structure. It is not wood, but the top one is fully wooden plate. It is by view it is purely wooden appearance we get. What is here? This is my land, and here the building constructed, and here one rainwater tank of capacity 86,000 liter, and here another tank below ground level, that is 1.5 lakh liter capacity, and these are all rainwater harvesting, or from rainwater we get water from here as well as here. There is no well or water connection, but here a little bit problem. Last time one coating we had to do on that, apply on that tank, we could not possible. It is a Sika guard draining, not collected due to COVID pandemic situation. We have to furthermore one more layer we have to apply. Here, this is the cross section of our land. This is the initial level was like this. It's a stepped ground like this, and here is the water tank we kept. Initial ground level is this one. See here, like this. After leveling the level of ground like this, red line. Here is a laterite level. At a lower level, we get a laterite soil. So it is big. It is load bearing. Its bearing capacity is high. That is why I am telling this. Here, this portion is cutting, and this portion is filling. And balance soil also we used for construction. Cutting and material for construction. Top 10 centimeter used for filling outside foundation line. Foundation വെളിയിലുള്ള താഴ്ഭാഗത്ത് കാണുന്ന അവിടേക്ക് നമ്മൾ 10 സെന്റിമീറ്റർ ഒഴിച്ചുള്ള 10 സെന്റിമീറ്റർ വരെ ഉള്ള ടോപ്പ് ലെയർ നമ്മൾ ഫിൽ ചെയ്തു. കാരണം സെറ്റിൽമെന്റ് വന്നാലും അത് ഫ്ലോറിനെ ബാധിക്കാതിരിക്കും. Balance used for filling and construction. Balance material used for filling as well as construction.
soil received sieved through 10 mm sieving machine. Sieving machine we have. With the sieving machine, we sieved the soil. Large size crush to get below 10 mm by manual. Initially, we manual crushing we did, but later we depends on electric hammer as well as later by a small crusher running by 10 HP motor. Now it is running by a diesel motor as well as electric motor also we are using. Reconstituted soil made in line with the experiments conducted in IAC lab. Sand or M-sand. Actually, by crushing, we get good type of crushed material. That is why actually we didn't use sand or M-sand for that. Here, ignite soft stone also there. Very comparatively medium strength stone boulders are there that we crushed and we get that material. Mixing initially by hand mixing, later by machine mixing, because hand become tedious. That is why we depend on machine. The water content actually 1% more than optimum moisture content. Proctor test I explained before in the first level prior slide. Approximately it is we kept it as 11%. By kept water content inside by some thumb rule. Thumb rule we applied for keeping this. Some thumb rules we developed. Compaction by hand ramming. Initially by hand rammer, using hand rammer we compacted this rammed, but later by attaching a device with a concrete breaker. Now we are using concrete breaker with an attachment. We designed that attachment and fixed to that breaker. Now it is working well. And molds. Metal mold with a full height wall and 8 meter length with the provision for making T-shape as well as L-shape. L-shape for corners and T-shape for intermediate wall. With up to 4 meter in perpendicular direction in a single stretch. The importance of single stretch is actually when we rammed up initially rammed up getting more 40% more strength actually because of its monolithic nature. In brickwork, brick is there, then mortar is there, there is a interface joint is there, but rammed up there is nothing there, simply ramming one by one layer. It is in a continuous manner. That is why it got almost, not fully, almost monolithic nature and get more strength. So if in perpendicular direction, if we get a L shape or T shape, its stability would increase, by shape itself. The horizontal stability against tilting is there is a scope of research for seismic load resistance for the site. There is a scope there. This one picture of this mold. It is this side mold removed and this side mold is about to remove. That is why I am showing this one, because in this way it is constructing. A full wall we are using metal mold. It is very strong. That is better, I think, because getting the density more than the assigned one we get. This is because of this metallic mold. Otherwise, a little bit difficult there. This is actually this one, this T portion. This is commonly coming some another 1-2 meter, but here we plan to put a door. That is why it is coming up to here only. Ramming method, one shot of one photo is there. This is the ramming method. How it is ramming, that is what I'm doing. It's another device we are using. This is hand ramming photo. This is the wall with the for all rammed earth walls. There is a significant mark here with a 10 centimeter or 7.5 centimeter, depending on how much be the thickness of layer. If this line is not there, that big, we can assume that is not a rammed earth. That is a simple way to find which building is rammed earth, which building is not rammed earth. Other earthen buildings, that is this line may not be there, and it should be an even surface. It might be beautiful than this one,
That is depends on the eyes of the beholder. Then this one window, this lintel beam is there. Lintel level, the constructed thing is shown in this one. This is from the back side. This is a step. Rainwater tank, 85,000 liter tank. This is the one, and now it is covered. Now it is covered, and water coming from here to here. Case studies 2. That is Mr. House of Dr. Anish Rajan. Site located in Vallangalam near Vallangalam Bridge on the bank of Manimala River. Flood affected from 2018, 19, and 20. Flood level come up to 2 feet height from plinth level. അതായത് നേരത്തെ ഞാൻ എൻ്റെ വീട് പൊക്കത്തിലാണ് വെച്ചിരുന്നത്. അപ്പൊ പൊക്കത്തിൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും 2018 വെള്ളം മഴ മുഴുവൻ നമ്മുടെ വോള് ഓപ്പൺ ആയിട്ട് നനഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, റാംഡ് എർത്ത് നനയാത്തടത്ത് അല്ലെങ്കിൽ വെള്ളം കയറാത്തടത്ത് വെച്ചതാണ്, അത് പേടിച്ചിട്ടാണ് എന്നൊരു ധാരണ സ്വാഭാവികമായിട്ടും മണ്ണായതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനല്ല എന്ന് തെളിയിക്കപ്പെടാനുള്ള ഒരു അവസരം കൂടാണ് നമുക്ക് കിട്ടിയത് ഈ കേസ് സ്റ്റഡി 2. That is why I am explaining this. Requirement of client requirement, strength more or equal to brick wall. That is their condition. Durability should be more or equal to brick wall. Aristocratic, aesthetic, traditional appearance. അവരെന്ന് പറഞ്ഞാല് ഒരു വളരെ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയാണ്. അവര് ശരിക്കും പറഞ്ഞാല് വള്ളംകുളം പള്ളിയുടെ 4.25 ഏക്കർ ലാൻഡ് അവര് ഈ ആളിന്റെ ഗ്രാൻഡ് ഫാദർ ഡൊണേറ്റ് ചെയ്തതാണ് പള്ളിക്ക് വേണ്ടി. ഈസ് ഫ്രം എ നായർ ഫാമിലി. അപ്പൊ ആ ഒരു ട്രഡീഷണൽ എസ്തെറ്റിക് അപ്പിയറൻസ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അവരുടെ ഒരു ഏകദേശം 1000 വർഷത്തിനടുത്ത് പഴക്കമുള്ള ഒരു പഴയ ബിൽഡിങ് അവിടെ നിപ്പുണ്ട്, 6ാം നിരയായിട്ടുള്ള. അത് പിന്നെ നേരത്തെ ഓലയായിരുന്നു, ഇപ്പൊ അത് ഓടാക്കിയിട്ടുണ്ട്. എന്നാലും അതിന് വളരെ ദ്രവിച്ച് ഉള്ള ഒരു അവസ്ഥയില്ല, അത് അപ്പുറത്തായിട്ട് നിപ്പുണ്ട്. The construction material should not fail during flood. That is their condition. These conditions are very genuine conditions. Then roof to be designed for future vertical expansion. ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാമെങ്കിൽ റാംഡ് എർത്ത് ബിൽഡിങ് ചെയ്യാമെന്ന് അവര് അതായത് എൻ്റെ ഒരു ആർട്ടിക്കിൾ മനോരമയിൽ വന്ന് ഇങ്ങനെ കണ്ടിട്ട് അവർ വന്നു. അപ്പോ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാമെങ്കിൽ റാംഡ് എർത്ത് ചെയ്യാമെന്ന് ഡോക്ടർ അനീഷ് രാജൻ അഗ്രി ചെയ്തു. Then we took that project, designed for the following: 60% more strength than ordinary 27-meter brick wall as from masonry code. Because wet strength of RE wall will be up to 60% less than its dry strength. ഈ റാംഡ് എർത്ത് വോളിന്റെ സ്ട്രെങ്ത് അങ്ങ് പെസിമിസ്റ്റിക് അപ്രോച്ചിൽ ഒരു 60% വരെ കുറയുന്നു നമ്മൾ കൺസിഡർ ചെയ്ത് വെറ്റ് കണ്ടീഷനിങ്, അതായത് 48 hours വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ആ സ്ട്രെങ്തിൽ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ ബിൽഡിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോ പക്ഷെ മേസന്റെ കോഡില് ബ്രിക്ക് വർക്കിനെ പറ്റി അല്ലെ ബ്രിക്ക് വോളിനെ പറ്റി ഡ്രൈ കണ്ടീഷനും വെറ്റ് കണ്ടീഷനും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഏതെങ്കിലും കോഡുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു കോഡ് ഞാൻ നോക്കി, അതിനകത്തില്ല. ഈ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഡിലില്ല. ഫെയർ ഗ്രാനുലർ അനാലിസിസ് ഡൺ ഫോർ ഈച്ച് സോഴ്സ് ഓഫ് സോയിൽ. അതായത് ഇത് നമ്മള് വെള്ളം കയറാൻ സാധ്യത ഉണ്ടെന്നും ഇതിന് വെറ്റ് കണ്ടീഷൻ സ്ട്രെങ്ത് ആവശ്യമാണെന്നും ഉള്ളത് കൊണ്ട് വളരെ നന്നായിട്ടുള്ള ഗ്രാനുലർ അനാലിസിസ് നമ്മൾ ചെയ്ത് ഫോർ ഈച്ച് സോഴ്സ് ഓഫ് സോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സോയിൽ നമുക്ക് ലഭിച്ചത് ഈ സൈറ്റിൽ നിന്നല്ല, വെളിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരിക ചെയ്തത്. അതൊരു മല എന്ന ഒരു റോഡ് വെട്ടി വരുന്ന സമയത്ത് ഉള്ള സോയിലാണ്. റീകോൺസ്ട്രക്ഷൻ ഓഫ് സോയിൽ ഡൺ വിത്ത് വെരി ക്ലോസ് ടു ഒപ്റ്റിമം കർവ്. നമ്മൾ IAC ചെയ്ത ടെസ്റ്റ് റിസൾട്ടിന്റെ
കർവുമായിട്ട് വളരെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോയിൽ ചെയ്തിരിക്കുന്നത്. Water content fixed as 1% more to OMC. 2.5 kg Proctor compaction testing method. നമ്മൾ വാട്ടർ കണ്ടന്റ് നമ്മൾ ഒപ്റ്റിമം OMC കണ്ടുപിടിച്ചതിനകത്ത് നിന്ന് 1% കൂടെ നമ്മൾ ഈ സോയിലും നമ്മൾ 1% കൂടുതൽ കൊടുത്തു. ആൻഡ് ഇൻ സൈറ്റ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ബൈ തമ്പ് റൂൾ. അതായത് സൈറ്റിൽ നമ്മൾ ഒരു തമ്പ് റൂൾ വെച്ചിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. The designed dye density fixed as 1.85 gram per cc, but by took some sample blocks cut and we took the weight in dry condition. We get 1.9, little bit 0.05 gram per cc more than that of the design value we got because of that mechanical rammer. Maybe used 53 grade ordinary Portland cement with 10% cement നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്തു. റൂഫ് എന്ന് പറയുന്ന ആറ്റിക് ഡിസൈൻ ഫോർ ലൈവ് ലോഡ് 250 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. 250 കിലോ, അതായത് നമ്മുടെ ഇപ്പൊ കോൺക്രീറ്റ് RCC വോളിന് നമ്മൾ ലൈവ് ലോഡ് കൊടുക്കുന്നത് 250 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. അതായത് 250 കിലോഗ്രാം ആളുകൾ അതിൽ നമ്മൾ ആ ഇത് ഉപയോഗിക്കുമ്പോൾ ലൈവ് ലോഡായിട്ട് നമ്മൾ കൊടുക്കുന്ന 250 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്. ആ 250 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ തന്നെ നമ്മൾ ഈ ഡിസൈനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് കൂടുതൽ ബിൽഡിങ്ങിന് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ ഉപയോഗിക്കാവുന്ന വെയിറ്റ് സെയിം ആണ്. This is the location. This is near Vallankulam Bridge, and this is our house. This is very near to Vallankulam Bridge. This is near riverside. This long view. This is a little bit close view. This is a Nalagatta with this is the building. These are all some photos. This is from the other side. We took photos. It is under. It is not completed. Still, it is work is going on here. This is the building. This is a inside portion. This one is Nadumuttam. These pillars are actually, it is RCC pillars. It is not rammed. Only thing in RCC is this one. One beam also there. This is for the full building. They wanted to construct with the rough texture. Initially, I thought it is not much good, but now I feel their decision was very nice. Here, this is the Ramrat one. These lines actually coming for all Ramrat constructions. If it is not coming, we can assume that is not a Ramrat. Okay, but if we painted this one, that is different issue. But painting, if we are not at all giving painting, paints or some other material, then its environmental condition should be very nice. Its atmosphere inside the room would be very good. The attic design for a live load of 250 kilogram per square meter by using first class Angeli wood. I explained before, I think. This is the here Tata Structura 2 we used here, but nobody would understand this one because of some painting experts. But these are all Angeli wood plates, and texture we can see easily. Roof. The roof we constructed with the second-hand roof tiles. Got from a demolished school building in Koranjeri, 9 kilometers from site, at the rate of ₹5 per piece. Roof tile we got very good roof tiles,
but it is aged very. It is a demolished school building. I think it may be made at nearly 100 years before. I think. Got that because of that tiles, we get an aristocratic aesthetic age appearance. That is why that is very nice. I think somebody like this one, somebody not like this. Depends. But this is our testing of that wall. This is why it is pure bending. Failure was happened, and here you see this is a compression side, and next one is a tension side. This is as per our assumption, it failed. 2.5 meter as well as 1.5 meter. All videos are there. We are about to publish a paper here. One video I will try to share. I don't know whether it is possible. This is the testing procedure. There's a wall casted and some drying work was there. Drying with a 60 degrees centigrade this wall. How it is from site, how it is, we made this device and how it is moving. It is very vulnerable. So see, this is a hinge we provided in top and bottom, and centering also did a lot of work here. See, centering we made a device, another device, centering 200 meter wall. It is completely computer controlled. This is a professor from Illinois University, American. He was working on that. There is 1.5 meter wall. From this, not only one, for each one out of 3, average of 3 testing, we are taking the data for design and everything. Then okay, any questions from anywhere? Hello. You Hello. conducted a cost benefit analysis. You said your house is made up of formed earth. And what is the cost benefit analysis out of that? What was the cost and what were the benefits? Sir, once more. I will ask you. I am asking you. What is the cost benefit analysis when you use a rammed Cost benefit. cost benefit? Cost benefit actually for my house, cost benefit up to 15%. 15%. 15% means I am constructing that one with a different method, because you see the attic we prepared with Anjali wood, finished Anjali wood, and but the live load we design live load is 200 kilogram per meter square. That is usual. But in that sense, we can easily construct this we can execute this type of this method with the cost of brick construction. We can do, but the reconstitution part is very important. Before for the in Kerala there was a brick was there, interlocking brick. In that case, actually. The people spoil the concept of that soil block, because they not at all reconstituted the soil, just putting some cement and compacting that one for each weather variation. For wet and dry conditions, it is gradually that crack propagate, and just like concrete spalling, it is
disintegrating small areas, and finally it is a failure actually. But reconstitution part is very important. With the reconstitution, we can do the construction with the a brick wall building. That's all. What is the area? What is the overall area of your house? My house 2,240 square feet. 240. What is the cost involved? For me, actually, for my house, I have less idea because I purchased too much machineries and made too much devices. Then the full things only have. But the second house, I have idea that is nearly 2,100 Per square feet. rupees per square feet. The second case study two. Case study two I showed. Armula and all that 2,100 is a usual cost. Usual cost of not much saving. I don't know. That's what I just want to know. But whether you are saving anything out of using rammed earth, and of course, both are made out of earth, both brick and this rammed earth. No, brick I didn't do any. I didn't do any construction. But you might have saved cement. Sorry. You might have saved cement much. And reinforced iron. Only for your terrace work and all that you might have used it. It's not reinforcement. Hello. Hello. What about the time to be taken for this construction, no? Compared to another one? Time. Sorry, sir. Period. Sorry. What about the time required to construct? No? Time required for be about it would be 2 to 3 months more than that of brickwork construction for a house, for a common house. For example, for a 2,000 square feet of building, we can construct 1 year. We can construct. That's all. Yeah, within 1 year. It will take 1 year. 1 year. Around 1 year. We can construct. Yeah. But the case study is too little bit lagged because COVID pandemic situation, most of the laborers struggle for this situation. In that case, it took nearly 2 years, 2 plus 2-3 months. I think. COVID situation, we completely stopped the work for nearly 1 year. Labor cost will be higher, no? Labor cost would be higher part. Higher part. Material part would be less. Less. Is it economic, no? Economic, if you have for my house, it is economic because it is in a stepped ground, and we got enough soil from there, and that is why we got enough soil. You use your own Depends on the site and the condition and availability of soil. These are also. Yeah, when we construct the roof, no, you have shown that arch-type roof, no. Arch-type roof for and another floor, the level will be straight, no level. It will be in top level. layer. Top layer balance portion we filled with the lightweight concrete. After that, all that tile is placed. Oh. Tile we put on that level surface. Yeah. Thank you, sir. Thanks. Hello, excuse me, my name is Vijay Kumar. Sir, we water tank. So you are entirely depending on your need based only on those water tanks, no well at all, or no any public water connections for your house? Yeah. So the whole length, Sir, in Bangalore, many houses are there. Why I say in Bangalore, the rain rate is 1/4 of Kerala. Rainfall is 1/4 of Kerala. In Bangalore, many houses are there. So the entire period,
about 1 year. So you Yeah, correct. we could get it. We could get it. That will be enough for the entire remaining part of the year. Yeah, we could get, but my water tank have last time one problem came because by mistakenly somebody opened my outlet pipe instead of coming to my house. There is a additional valve was there. Some workers thought that valve is coming to my house. That is why they opened that one and some water loss. In that way, there is another some leak also there for the tank, and that Okay, one another- we have to rectify. Okay, another question is when you cast a solid wall, how do you provide the opening for the windows and doors? First you cast a Yeah, solid that- wall, that- and then you cut it, and then you provide a lintel above the windows. After you provide a window, lintel will be provided. No, in Now, how do you the provide a lintel with No, reinforced no. concrete or what is it? no, in the casting time itself, we made the mold in such a way that to mold to provision for that fixing of that windows and doors. Is there any conventional lintel will be provided above the windows or doors? Above the Above the opening, above- above the windows and the doors, if the span is say the window is having nearly 2 meters long, will you provide any conventional lintel or any other type of? Lintel we provided with RCC lintel we provided. RCC lintel we provided because the reinforcement. Sorry, carry on. So conventional RCC lintel will be provided above the windows. Yeah, continuous manner belt is provided. RCC belt will be provided. Okay, thank you. Welcome, sir. ഈ ഒരു question വായിച്ചോ. Water Foundation. There is one more question from Levachi. What about foundation? Foundation actually with the soil concrete, because that soil concrete we prepared with the while sieving we get soil particle with a size more than 10 mm. So that one, by using that one, we made soil concrete. Soil concrete we prepared with the just like a 1:4 mix, but that reconstituted soil we used, and with that larger size material we collected, and we use reconstituted soil, and silt part, some silt part also we added to that one, mix well, and we get nearly 10 to 12 MBA for that one, and that we used for foundation. That details will tell later. I think Levashi hearing this one. Definitely will be different. Depends upon the soil where you are constructing the house. Sorry, sir. The basement will be different always, depending upon the condition where you are constructing the house. See, your place is a laterite bound underneath the earth. There is laterite. Lot of laterite is there in your place, in your house. Yeah. So it is a strong earth. That is enough, but some other place it may not be. Basement may not be sufficient. No. No. That bearing capacity you are telling, or the soil you are telling? Soil difference is there. Bearing capacity also will differ. Yeah. So the soil difference in soil, bearing capacity also. You cannot standardize the basement. Sorry? You cannot standardize. Yeah, we can standardize because bearing capacity of soil, rock, soft clay,
medium clay, medium, that is different. The same difference would come for bearing capacity or but for rammed earth wall, we can select the soil and we can use any soil. Any soil means Montmorillonite type soil we cannot use. Montmorillonite, you know, that soil with a high affinity to water, just like a the black cotton soil. That Montmorillonite, you know, that type of soil we cannot use. We cannot means it is very difficult to use that one. But other all soils we can use. Any soil we can use it. What about red soil? Red soil we can use, no problem. കുറെ കൂടെ പശമയുണ്ടെന്ന് തോന്നുന്നു. റെഡ് സോയിൽ കുറെ കൂടെ പശമയുണ്ടെന്ന് ഏതിനാ? റെഡ് സോയിലിന്. ഇല്ലില്ല, ബ്ലാക്ക് സോയിൽ ഉപയോഗിക്കാനേ പറ്റില്ല. ബ്ലാക്ക് സോയിൽ അത് ഡ്രൈ കണ്ടീഷനില്, ഞാൻ ആ ഗ്രാഫ് കാണിച്ചല്ലോ, ആ ഗ്രാഫ് കാണിച്ചത് ഡ്രൈ കണ്ടീഷനിൽ അതിന് സ്ട്രെങ്ത് പാർട്ട് ചെയ്യുമ്പോൾ വെറ്റ് കണ്ടീഷനിൽ സ്ട്രെങ്ത് ലൂസൺ ചെയ്യുക ചെയ്യുന്നത്. സ്ട്രെങ്ത് അത് കംപ്ലീറ്റ് പോകും. അപ്പൊ നമുക്ക് താമസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഡ്രൈ കണ്ടീഷൻ മാത്രം പോരാലോ, വെറ്റ് കണ്ടീഷനിൽ സേഫ് ആയിരിക്കണമല്ലോ. അതാണ് അതിന്റെ പ്രശ്നം. ഡ്രൈ കണ്ടീഷനിൽ ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. I am asking whether red soil is better or some other soil, white soil or Red soil is better. Red soil is better. That is kaolite content. Kaolite is better. ആ 3 മീറ്ററുള്ള ഫോം വർക്കില് എങ്ങനെയായിരുന്നു കോമ്പാക്ട് ചെയ്തത്? കോമ്പാക്ട് ചെയ്തത് നമ്മള് ആദ്യം ഹാൻഡ് റാമിംഗ് ആയിരുന്നു. അത് by say first few layers you almost 3 meter deep. No. One side is openable. That mold is designed in such a way. As you go up you Yeah. Okay, fine. എങ്ങനെ by എത്ര kg weight ഉള്ള ഹാമർ ആണെന്ന് എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് did you arrive any? സ്റ്റാൻഡേർഡ് നമുക്ക് 5 kg വരെ ഉപയോഗിക്കാം. പക്ഷെ പിന്നീട് ഹാൻഡ് റാമിംഗ് ഒരു ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർക്കേഴ്സ് ക്ഷീണിക്കുന്ന സമയത്ത് നമുക്ക് ആ ഉദ്ദേശിക്കുന്ന കോമ്പാക്ഷനിൽ ചില ഭാഗങ്ങൾ കിട്ടാതെ വരുന്ന പോലെ തോന്നി. അങ്ങനെ വന്നപ്പോ നമ്മള് ഒരു മെക്കാനിക്കൽ സൈഡിലേക്ക് പോയി. അങ്ങനെ യൂണിഫോമിറ്റി വരാൻ വേണ്ടി കോമ്പാക്ഷൻ സ്പേസിൽ ഇത്ര നമ്പർ ഓഫ് ഇടി ഇത്ര ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യണം. നമ്മുടെ പ്രോക്ടറിന്റെ ടെസ്റ്റ് പോലെ തന്നെ എന്തെങ്കിലും No. First of all, we have to make that layer in a level. That material should be level. Okay. Then after that, when we are compacting, that also attain level. Okay. അല്ലല്ല, ഞാൻ അതായത് നമ്പർ ഓഫ് റാമിങ്ങിന് എത്ര മേളിൽ നിന്ന് ഇടണമെന്നോ അല്ലെങ്കിൽ ഏരിയയിൽ എത്ര നമ്പർ ഓഫ് ടൈംസ് ബ്ലോ ചെയ്യണമെന്നോ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ? അത് നമുക്ക് ലാബിൽ അങ്ങനെ പറയാം. പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുന്ന സമയത്ത് ബൈ എക്സ്പീരിയൻസ് അവരോട് ആ ടെക്സ്ചർ ഇന്ന രീതി വരണമെന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഓക്കെ. ലാബിൽ നമുക്ക് പറയാം. പക്ഷെ ആ പണിക്കാരെ നമ്മൾ പണി ചെയ്യുന്നവരോടൊക്കെ നമ്മള് ഇത്ര ഇടണമെന്നൊന്നും പറഞ്ഞാൽ അവരങ്ങനെ എണ്ണത്തൊന്നുമില്ല. അപ്പൊ ടെക്സ്ചർ ഇന്ന രീതി വരണം എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒരെണ്ണം നമ്മൾ ഇടിച്ച് നമുക്കത് കാണിച്ചു കൊടുക്കാം. അത് ബൈ എക്സ്പീരിയൻസും പിന്നെ അങ്ങനെ അത് പറയാൻ പറ്റത്തുള്ളൂ. ഒരു തമ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ഒരു ലെയർ കഴിഞ്ഞിട്ട് ആ രണ്ടാമത്തെ ലെയർ ഇടുന്നതിന് മുമ്പ് ആ മേളത്തിൽ എന്തെങ്കിലും സ്ക്രാച്ച് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുന്നു ഒരു പ്രോപ്പർ ബോണ്ടിങ്ങിന് വേണ്ടി? പ്രോപ്പർ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു പഞ്ച് കൊടുക്കുന്നുണ്ട്. അല്ല, ലോട്ടസ് ചെയ്തപ്പോ ആ ബ്രേക്ക് ചെയ്തെടുത്ത് ഇമ്മീഡിയറ്റ്ലി ഇടയ്ക്ക് ഞാൻ സ്ലൈഡിനകത്ത് ശ്രദ്ധിച്ചു, ആ രണ്ട് ഫെയിലിയർ ആയ സർഫസ് തമ്മിൽ ക്ലിയർ ആയിട്ടിരിക്കുന്ന ഒരു ബോണ്ട്. അത് സാറ് ശ്രദ്ധിച്ചത് വളരെ ശ്രദ്ധിച്ചതുകൊണ്ടാണ് മനസ്സിലായത്. അതായത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് അതായത് ഓരോ റാണ്ടത്തിന്റെ ഓരോ വോളിന്റെയും ടോപ്പിലെ ഡെൻസിറ്റി ബോട്ടത്തിലും, അതായത് ഈച്ച് ലെയർ ഡെൻസിറ്റി ഇൻ ദ ടോപ്പ് ആസ് വെൽ ആസ് ബോട്ടം വിൽ ബി ഡിഫറെന്റ്. അപ്പോ ഈ ബോട്ടം ലെയറിന്റെ ഡെൻസിറ്റി, അതായത് ഡെൻസിറ്റി 20% ഡിഫറൻസ് ഇൻ കോസ്റ്റ്, 300% സ്ട്രെങ്ത് ഡിഫറൻസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ചെറിയ ഒരു മൈന്യൂർ ഡിഫറൻസ് തന്നെ ഈ ഒരു ലെയറിന്റെ താഴത്തെ ലെയറിൽ കുറഞ്ഞു വരുമ്പോ ആ ഫെയിൽ ചെയ്യുന്ന എപ്പോഴും ലെയറിൽ കൂടെ തന്നെ ആയിരിക്കും. അത് ഇന്റർ ബോണ്ടിങ് ഇതിന് ഈ പറഞ്ഞ പഞ്ച് നമ്മൾ കൊടുത്ത് ചെയ്തിരുന്നു, ഇപ്പോഴും നമ്മൾ ചെയ്യുന്നു. പക്ഷെ IASയിലെ കഴിഞ്ഞ ഒരു റിസർച്ചിന്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്ന ഈ പഞ്ചിന് നോ സിഗ്നിഫിക്കൻസ് എന്നുള്ള രീതിയിലാണ് ഒരു പേപ്പർ ഇപ്പൊ വന്നത്. അപ്പൊ അതിനെപ്പറ്റി സ്റ്റഡി നടക്കുന്നേ ഉള്ളൂ. എന്നാലും ഒരു കാര്യം കൂടെ, അതിന്റെ ഫിനിഷ്ഡ് സർഫസ്
എപ്പോഴും സാറ് പറഞ്ഞ ഓർക്കുന്നുണ്ട്, അതിന്റെ ആ ഗ്രെയിൻസ് ലൈൻസ് കൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് റാംഡ് എർത്ത് ആണോ അല്ലെന്നുള്ളത്. ടൈപ്പിൽ ഓഫ് ഒരു ലൂബ്രിക്കേഷനോ ഒരു ക്ലീൻ സർഫസ്, ഒരു നമ്മളിപ്പോ ഷട്ടറിനൊക്കെ ആണെങ്കിൽ ഓയിൽ ചെയ്യാന്ന് പറയും കോൺക്രീറ്റിന് മുമ്പ്. അതുപോലെ സിമിലർ മെറ്റീരിയൽസ് ഉപയോഗിച്ചാല് കുറച്ചുകൂടെ ഒരു ഈവൻ സർഫസ് കിട്ടാനുള്ള സാധ്യതയില് ഡിഡ് യു യൂസ് എനി സച്ച് മെറ്റീരിയൽ ഉപയോഗിച്ചാല് സർഫസ് സ്മൂത്ത് ആവും, ശരിയാണ്. പക്ഷേ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഇറ്റ് വുഡ് നോട്ട് അഫക്ട് ബൈൻഡിംഗ് പ്രോപ്പർട്ടി ഓഫ് സിമെന്റ് ഓർ അത് അതിന്റെ ഡ്യൂറബിലിറ്റി ഒന്നും ഇത് വരരുത്. അപ്പൊ നമ്മള് വളരെ മൈന്യൂട്ടായിട്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചത് നാച്ചുറൽ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ചില കേസിലൊക്കെ. പക്ഷേ ഈ ടെക്സ്ചർ ഡിഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ ഓയില് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ അത് ഡിസൈഡ് ചെയ്യുന്നത് ഇത് ആ ഗ്രഡേഷനാണ്, ആ അഗ്രിഗേറ്റ് ഗ്രഡേഷൻ. ഈ ഗ്രഡേഷൻ നമുക്കിപ്പം 10 mm വരെ എടുക്കണമെന്നില്ല. 10 mm-നെക്കാട്ടി ഇപ്പൊ 5 mm വരെയാണ് നമ്മളിപ്പോ ടെസ്റ്റ് IAC ചെയ്തത്. പക്ഷെ നമുക്ക് മെറ്റീരിയൽ ലോസ് വരും. ഇപ്പൊ 5 to 10 mm എടുക്കുകയാണെങ്കിൽ അത്രയും കൂടെ മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ 10 mm-ലേക്ക് പോയത്. അപ്പൊ 10 mm വരെ ഉള്ളത് നമ്മൾ എടുത്ത് 24 cm വോൾ തിക്നെസ്, അത് വാസ്തു കൺസെപ്റ്റ് അനുസരിച്ച് 8 അങ്കുലം എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് വാസ്തു അനുസരിച്ചാണ് നമ്മൾ 4 ഡിസൈൻ ചെയ്തത്. എന്തോ 8 അങ്കുലം വോൾ തിക്നെസ് ആവും. ഇന്നലെ സാറ് പറഞ്ഞ അപ് ടു 18 അങ്കുലം വരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. സൗമ്യ നായർ. One another question from Soumya Nair. Can we use once again the RE soil? Yes, we can use it at any yes, we can use it, no problem. Crushed, it should be crushed and we can use it, no problem. അപ്പൊ സാർ നമ്മള് സാർ ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്ന ആ വാൾസിലെ ആ സോയിൽ എടുത്തിട്ട് നമുക്ക് വീണ്ടും മീൻസ് അതിന്റെ മിക്സ്ചർ ചേഞ്ച് ചെയ്തിട്ട് പിന്നെയും ടെസ്റ്റിംഗോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനോ അത് യൂസ് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാം. ഓക്കെ. I have a question here. 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, താങ്കളുടെ പ്രസന്റേഷനിൽ ആദ്യത്തെ ഭാഗത്ത് സ്ലൈഡ് കാണിച്ചിരുന്നു ഡ്രൈ ആൻഡ് വെറ്റ് ബ്രിക്സ്. ആ സ്ലൈഡിലേക്ക് ഒന്ന് പോകാൻ പറ്റുമോ? അത് രണ്ടാമത്തെ ആറന്മുള നടത്തുന്ന റാംഡ് ബ്രിക്. ഞാൻ പറഞ്ഞത് എക്സ് ആക്സിസില് ക്ലേ കണ്ടന്റും വൈ ആക്സിസിൽ സ്ട്രെങ്ത് കാണിച്ച ഒരു സ്ലൈഡ് ആദ്യ ഭാഗത്ത് കാണിച്ചിരുന്നു. അതൊന്ന് കാണിക്കാൻ പറ്റുമോ ഒന്നുകൂടെ? ഒന്നത്. രണ്ടാമത്തെ എക്സ് ആക്സിസിൽ ക്ലേ കണ്ടന്റും വൈ ആക്സിസിൽ ലോഡും താങ്കളുടെ പ്രസന്റേഷന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണിച്ച ഒരു സ്ലൈഡാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ 2 ചോദ്യം കൂടെ ചോദിക്കാൻ, ചെറുതായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, ആറന്മുളയിലെ ഈ റാംഡ് സെന്റർ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അതോ താങ്കൾ ഗവൺമെന്റിന്റേതായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതാണോ? ഞാൻ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനം, ഗവൺമെന്റിന്റെ അല്ല, ഞാൻ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനം. കേൾക്കുന്നില്ലേ? സൗണ്ടിന് എന്തോ പ്രശ്നം പറ്റിയല്ലോ. സൗണ്ട് കളഞ്ഞാൽ നോക്കി, നമ്മുടെ വോളിയം നോക്കി. ഹലോ ഹലോ, can you hear me? No, I can hear. I cannot see you, but I can hear. Tell me. Okay. മൂന്നാമത്തെ ചോദ്യം, ആർട്ടിക് ലോഡ് 250 kg/m² എന്ന ചില ഭാഗത്ത് കണ്ടു. അത് ചില കാര്യങ്ങൾക്ക് അത് വളരെ കുറവായിട്ട് തോന്നുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും അത് വേണ്ടി വരില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ, particularly when you have a roof mounted water tank, for example, if you have it 1 meter by 1 meter by 1 meter water tank, you have a load of 1000 kg/m². അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾക്ക് ഒന്നിൽ പ്രത്യേക രീതിയിലുള്ള ഒരു സംവിധാനം കൊടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ബലത്തോടു കൂടി ചില റൂഫ് ഏരിയാസ് കൊടുക്കേണ്ടയോ. ഇപ്പോഴത്തെ കാലത്തുള്ള ബിൽഡിങ്ങിൽ ഒന്നിലും പുറത്തു കൊണ്ടുപോയി ഒരു വാട്ടർ ടാങ്ക് സ്ട്രക്ചറോട് കൂടി വെക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. അത് ചെയ്യാനും പറ്റില്ല.
അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇപ്പൊ 250 kg/m² ഒരു ആർട്ടിക് ലോഡിൽ നമുക്ക് 300 mm കൂടുതൽ വാട്ടർ കോളം കൊടുക്കാൻ പറ്റില്ല. 1 meter ലോഡ് വരുന്നത് 1 meter by 1 meter by 1 meter ഈസ് അബൌട്ട് 1000 kg/m². അപ്പൊ അങ്ങനെയുള്ള ചില വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ അതിലൊരു ഫ്രെയിം സോർട്ട് ഓഫ് സിസ്റ്റം ഡിസൈനോ ഒക്കെ ചെയ്തില്ലെങ്കിൽ അറിവില്ലാത്തവന്മാർ കൊണ്ടുപോയി ഇതുപോലത്തെ ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ആരും അറിയാതെ തന്നെ റൂഫ് തകർത്ത് കളയും. ആദ്യത്തെ ഞാൻ 78 ബാച്ചിലെ ഒരു എഞ്ചിനീയർ ആണ്. ഞാൻ വാസ്തുവിദ്യാലയത്തിലെ 2018 ബാച്ചിലെ ഒരു വാസ്തു വിദ്യാർത്ഥിയും കൂടെ ആയിരുന്നു. ഞാൻ ചില ഏരിയയിലൊക്കെ കൺസൾട്ടൻസിയും അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് പലതും ചെയ്യുന്ന ആളാണ്. ഞാൻ സിവിൽ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ അല്ല. ഇനി അടുത്ത ചോദ്യം, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ വന്നത് അതിൽ എനിക്ക് ആ യൂണിറ്റ്സിൽ ചില കൺഫ്യൂഷൻ ഉണ്ട്. ഈ വെറ്റ് ആൻഡ് ഡ്രൈ ലോഡ്സിന്റെ അത് താങ്കളുടെ 4-ാമത്തെയോ 5-ാമത്തെയോ സ്ലൈഡ് ആയിരുന്നു. അതൊന്നുകൂടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ താങ്കളുടെ ഈ സ്ലൈഡ് കിട്ടുമെങ്കിൽ അത് നന്നായിരുന്നു. കാരണം എനിക്ക് ആ യൂണിറ്റ് കറക്റ്റ് ആണോ എന്ന് സംശയമുണ്ട്. അല്ല സാർ പറഞ്ഞോ, അതിലെ y ആക്സിസ് കറക്റ്റ് ആണോ എന്ന് സംശയമുണ്ട്. അതിൽ 120 MB എന്ന് വരുന്നത് പ്രോബബ്ലി ഇറ്റ് ഈസ്. സ്ലൈഡ് നമ്പർ എത്ര സാറേ? y ആക്സിസിൽ വരുന്ന ലോഡ്, y ആക്സിസിൽ വരുന്ന കംപ്രഷൻ സ്ട്രെങ്ത്, അത് യൂണിറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇതാണോ? വന്നില്ലേ, കാണാൻ വയ്യ. എനിവേ അത് ടൈപ്പിംഗ് എറർ ആയിരിക്കാനാണ് ചാൻസ്. ഇനി അതിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടാവും. അത് അപ്ലോഡ് ആവുന്നില്ല, ആയില്ല. അത് 0 to 120 MB ആണ് കാണിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ 0 to 12 MB ആയിരിക്കും. 0 to 120 MB y ആക്സിസ്. സാറില്ല, അത് ടൈപ്പ് ചെയ്തതിനകത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കാനാണ് വഴി. നോക്കട്ടെ, ഏത് സ്ലൈഡ് ഏതാ സാർ പറഞ്ഞേ? എനിക്ക് സ്ലൈഡിന്റെ പേര് ഓർമ്മയില്ല, പക്ഷെ സ്ട്രെങ്ത് ആണ്, വെറ്റ് ആൻഡ് ഡ്രൈ സ്ട്രെങ്സ് ബ്രിക്സിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ ലേക്കും. ബ്രിക്സും റാംഡത്തും കൂടെ ഉള്ള കമ്പാരിസൺ ആണോ? 4-5 കമ്പാരിസൺ വന്നിരുന്നതാണ്. അതെന്താണെന്നറിയാമോ? ഹൗ മച്ച് ബി ദ, അതായത് റിഡക്ഷൻ ഫാക്ടർ ആണ് നമ്മൾ അത് ചെയ്ത്. ആ 1 ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. മൾട്ടിപ്ലൈ കിട്ടുന്ന വാല്യൂ അവിടെ കണ്ടില്ല. അതായത് h/t റേഷ്യോ കൂടുന്നതിനനുസരിച്ച് h/t റേഷ്യോ 0 അല്ല, 0 പറ്റുകയില്ല. h/t റേഷ്യോ 6 താഴോട്ട് അത് വരുന്നത് എങ്ങനെ? ആ h/t റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഫാക്ടർ എത്ര വരും എന്നുള്ളതിനെ കാണിച്ച ഗ്രാഫാണ്. അത് ഗ്രാഫ് തെറ്റല്ല, 0 to 1 തന്നെ. പക്ഷെ MBAയിലാണ് അവിടെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. MBA 120 എന്ന് പറഞ്ഞത് ഔട്ട് ഓഫ് 1 അതാ എഴുതിയത്. യൂണിറ്റ് ഉപയോഗിക്കുമ്പോ അതൊരു വാല്യൂ ആണ്. അതൊരു യൂണിറ്റ് ആണ്. ആ യൂണിറ്റ് വരുന്നതിന് നമുക്ക് ഫാക്ടറായിട്ട് എടുക്കാൻ പറ്റില്ല. അതൊന്ന് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കമ്പയർ ചെയ്യുന്നതിനുള്ള എററാണ്, ഫാക്ടറാണ്. ഓക്കെ. ഈ ആർമളെ താങ്കളുടെ റാംഡെർത്ത് യൂണിറ്റിനെ കുറിച്ച് എന്തെങ്കിലും ചെറിയ വിവരണം തരുന്നെങ്കിൽ നന്നായിരുന്നു. എന്റെ ഫോൺ നമ്പർ 944. ഞാൻ മിസ്റ്റർ സുരേന്ദ്രന്റെ വാങ്ങിച്ചോളാം. അല്ല, അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത്? പ്രൈവറ്റ് ആണോ, ഇത് ഗവൺമെന്റ് ആണോ, ഗവൺമെന്റ് ഫണ്ടഡ് ആണോ, എന്താണ് പബ്ലിക്കിന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഗുരുകുലത്തില് ഇത് നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ഗുരുകുലത്തിൽ ഈ വെബിനാർ നടത്തുന്നു. വെബിനാറിന്റെ കോർഡിനേറ്റർ മോഡറേറ്റർ ഞാനാണ്. ഈ വെബിനാറിന്റെ മാത്രം, അല്ലാതെ നമ്മള് പ്രൈവറ്റ് സ്ഥാപനമാണ്. ഞാനും ഗുരുകുലത്തിൽ അടുത്ത കാലം പഠിച്ചുകൊണ്ട് എനിക്ക് മിക്കവാറും എല്ലാവരെയും അവിടെ ഉള്ളവരെ അറിയാം. ഇപ്പം ഞാൻ ദൂരെ നല്ല പന്തളത്തു നിന്നാണ്. ഓക്കെ സാറേ, ഓക്കെ, താങ്ക് യു മിസ്റ്റർ സുരേഷ്. പ്രസന്റേഷൻ വാസ് ഗുഡ്. ഓക്കെ മാം. എനി ക്വസ്റ്റ്യൻസ്? എനി മോർ ക്വസ്റ്റ്യൻസ്? ഫ്ലോറിങ്ങിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? സാറിന്റെ വീടിന്റെ ഫ്ലോറിങ്ങിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? പറഞ്ഞില്ല. എന്റെ ഫ്ലോറ് റാംഡെർത്ത് തന്നെയാണ്. അതില് അതും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റാം ചെയ്തെടുത്ത് ഫിനിഷ് ചെയ്താണ് ഫ്ലോറിങ്.
അതൊരു കമ്മിങ് പേപ്പറായിട്ട് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗിൽ ഒരു പേപ്പറായിട്ട് വരുന്നുണ്ട്. പേപ്പർ അണ്ടർ പ്രോസസ്സിലാണ്. റെഡ്ഡി സാറിന് മുഴുവൻ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തില്ല. ബാക്കിയൂടെ വന്നിട്ട് ഒരു പേപ്പറായിട്ട് തന്നെ അത് പബ്ലിഷ് ആവും. ഇൻ ദ കമ്മിങ് വിത്തിൻ 2-3 months ഇറ്റ് വുഡ് കം. Okay, thank you. ഇതിന്റെ ടോപ്പ് ഫിനിഷ് എന്താണെന്ന് പറയാം സാറേ. ഫ്ലോറിംഗിന്റെ ഫിനിഷ് എന്താണ്? റാംഡർത്ത് ഫിനിഷ് തന്നെ. റാംഡർത്തില് നമ്മളൊരു അതിലൊരു ഗ്രഡേഷൻ ഫിക്സ് ചെയ്തുകൊണ്ട് അല്ല, ഐ മീൻ സം സോർട്ട് ഓഫ് എ ടെറക്കോട്ട ടൈൽ ഓർ എനി No. That is purely earthen material. We got material got from our site. It's purely. Okay, thank you. It's about to finish it. ഹലോ സർ. ഇന്നത്തെ സെമിനാറിന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാവുന്നു. അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തുടരാം. ഇന്ന് ഹലോ സർ. ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ, കേൾക്കാമോ? ഞാൻ ബേർണിൽ നിന്നാണ് വിളിക്കുന്നത്. ആ രാജ്. പറഞ്ഞോളൂ. ഈ ഒരു സെമിനാർ സംഘടിപ്പിച്ചത് വളരെ താങ്ക്സ്. ആ ഒരു ഓർഗനൈസേഷന് വളരെ താങ്ക്സ് ഉണ്ട്. പക്ഷേ പല പുതിയ അറിവുകളും കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സാറിൻ്റെ ഇപ്പം ഈ 2 ദിവസം നടക്കുന്ന ഈ നോളജുകൾ നമുക്ക് ഈ ആർക്കിടെക്ചർ കോളേജിലോ അല്ലെ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഇത് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസ്ബുക്കിലെ സർഗസാഗരം എന്നുള്ള ഫേസ്ബുക്ക് പേജ് വഴി ദിവസേന ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ടെക്നോളജികൾ നമുക്കൊരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇതൊരു അങ്ങനെയുള്ള ഒരു സ്കൂൾ ബിൽഡിംഗിൽ ഒരു 3 നില കെട്ടിടം. ഓക്കെ. ഹലോ സർ, ഓഡിയോ കേൾക്കുന്നില്ലേ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. അതായത് ഇന്നത്തെ സെമിനാറില് ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചത് കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ അതുപോലെ പബ്ലിക് ബിൽഡിങ്ങിന് ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വന്നിരുന്നു. എഞ്ചിനീയർ സുരേഷ് നമ്മുടെ സെമിനാറിന്റെ ഇടയിൽ തന്നെ ഒരു സ്കൂൾ ബിൽഡിംഗ് ബാംഗ്ലൂരിൽ ചെയ്തതിന്റെ ഫോട്ടോ സഹിതം കാണിച്ചിരുന്നു. അതൊരു സ്പാൻ 7.4 മീറ്റർ ബൈ 7 മീറ്റർ സ്പാനുള്ള സ്കൂൾ ക്ലാസ് റൂംസ് ആയിരുന്നു. അതിൽ സ്ട്രക്ചറൽ മെമ്പർ ആയിട്ട് മുമ്പിൽ വരാന്തയിൽ കുറച്ച് പില്ലേഴ്സും ബീംസും മാത്രമാണ് ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. ഇനി ഇന്നത്തെ ടോപ്പിക് റാംഡ് എർത്ത് എന്നാണ്. പക്ഷെ ഇത് എങ്ങനെ സസ്റ്റൈനബിൾ ആവുന്നുള്ള കൂടി എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പം ബേൺ ബ്രിക്സ് നിർമ്മിക്കാനായിട്ട് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വരെ യൂസ് ചെയ്യുന്നു. അതായത് പ്ലാന്റ്സിന് അതിന്റെ ഫെർട്ടൈൽ അബ്സോർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വരെയാണ് ബേൺ ബ്രിക്സിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്ലാന്റ് ലൈഫ് കുറയാനുള്ള സാഹചര്യം ഉണ്ട്. അത് ഇല്ലാതാവുന്നു ഇതുപോലുള്ള റാംഡ് എർത്ത് കൺസ്ട്രക്ഷൻ വരുമ്പോൾ. അതുകൊണ്ടാണ് ഇത് സസ്റ്റൈനബിൾ ആവുന്നത്. പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു 2 പേര് ചോദ്യം ചോദിച്ചിരുന്നു ഇതിന്റെ കോസ്റ്റ് വൈസ് എങ്ങനെയാണെന്ന്. ഇതിന് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇതിന്റെ മൂല്യമാണ്. അതായത് നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഭൂമി, നമ്മുടെ എർത്ത്, പ്ലാനറ്റ്, ഇതൊക്കെ നമ്മുടെ സ്പീഷീസ് ഇനിയും എത്ര കാലം നിലനിൽക്കുന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു മൂല്യം കണക്കാക്കുന്നത്. ആ കൺസിഡറേഷനിൽ നമ്മൾ ഈ റാംഡ് എർത്ത് കൺസ്ട്രക്ഷൻ എന്തുകൊണ്ടും വളരെ വാല്യൂ ആഡഡ് സംഗതി തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊരു ചോദ്യം വന്നിരുന്നത് ലിൻഡൽ യൂസ് ചെയ്യുന്നുണ്ടോന്ന്. എനിക്ക് തോന്നുന്നു എഞ്ചിനീയർ സുരേഷിന്റെ സെക്കൻഡ് കേസ് സ്റ്റഡിയിലെ ഫോട്ടോസില് ജനലിന് മുകളിൽ വൈറ്റ് ബാൻഡ്സ് കാണിക്കുന്നത് അത് ലിൻഡൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു സംശയമാണ്, നമ്മുടെ റാംഡ് എർത്ത് പോലെല്ലാം കാസ്റ്റ് ഇൻ സിറ്റു, അതായത് സൈറ്റിൽ നിന്ന് തന്നെയാണ് റാം ചെയ്തുണ്ടാക്കുന്നത്. എന്തുകൊണ്ട് നമുക്കിതൊരു ബ്ലോക്സ് ആയിട്ട് പിന്നെ പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ളൊരു ചോദ്യം എന്നിലുണ്ട്. വരും ദിവസങ്ങളിൽ അതിനുള്ള ഉത്തരം സുരേഷ് തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രോസസ്സിൽ, ഇതിന്റെ ഇനിയും ഫർദർ പ്രോസസ്സിൽ അതുപോലുള്ള സംഗതികൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഈ വെബിനാർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. നാളത്തെ സെമിനാർ ആർക്കിടെക്ട് ബെന്നി കുര്യാക്കോസ് സാറിന്റെ ആണ്.
കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നാണ് ടോപ്പിക്. എല്ലാവരും പങ്കെടുക്കുക. നന്ദി, നമസ്കാരം.